Hi all, welcome back to Trackers Hub. നമുക്കൊരു അടിപൊളി കേവ് എക്സ്പ്ലോർ ചെയ്താലോ? Yes guys, വയനാട്ടിലുള്ള ചെമ്പ്ര കേവ് ആണ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിംഗ്. It's an amazing spot. So ഇതൊരു ടോപ്പ് ലെവൽ അഡ്വഞ്ചർ ആയിരിക്കും. Yes, exactly. നമ്മുടെ 50ാമത്തെ എപ്പിസോഡ് ഒരു പൊളി ഐറ്റം ആണെന്ന് പറഞ്ഞ് മച്ചാൻ ഈ സ്പോട്ട് കാണിച്ചേ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളങ്ങ് ഇറങ്ങി. ഇപ്പൊ ഇവിടെ തിരിച്ച വൈകുന്നേരം അവിടെ എത്തും. പിന്നെ പോണ വഴി ഫുള്ള് സ്പോട്ടാ, ഒന്നും മിസ്സാവില്ല, എല്ലാം നിങ്ങളെ കാണിച്ചിരിക്കും. Bike, backpacks, camera എല്ലാം റെഡിയാണ്. അപ്പൊ വിട്ടാലോ? അലക്സ് എന്ന് ഞാൻ റെക്കോർഡിംഗ് കേട്ടോ. റെഡി? മേനെ ഏട്ടൊക്കെ എടുത്താ മതി. ഓ. അപ്പൊ ഞങ്ങൾ അങ്ങ് തുടങ്ങുവാണ് ഗൈസ്. This is Trackers Hub. നീലവാനം നിഴൽ തീർക്കുമൊരേ വിദൂര പാത നീളും നമ്മളൊന്നായൊരു പുതിയൊരു പാത തേടിടും വാനം ചായും താരം മിന്നിടും മേലെ മഴവിൽ കൊടിയായി പാറിടും കടലിറമ്പം ചെവികളിൽ ആർത്തിടും പൊടിമണ്ണു പാറും മേടു കേറിവാ മുരളുന്ന യന്ത്രവേഗമോ എന്റെ മോനെ ഹെജാലി വ്യൂ. Like I said. മാരകം. ഇൻഷാല്ലാ. നീലവാനം നിഴൽ തീർക്കുമൊരേ ഏതാടാ ഹോട്ടല്? കുട്ടനാടൻ റെസ്റ്റോറന്റ്. പ്രോൺസ് കിട്ടും. അവിടുത്തെ മെയിൻ ഡിഷ് പ്രോൺസ് ആണ്. അപ്പൊ വിട്ടാലോ? Okay. പുതിയൊരു പാത തേടിടും അലയും കാറ്റേ വഴിത്തിരയാൻ കൂടുമോ തെളിയും വേലേ നീ പൊതിയും ജാക്കറ്റ് പോലെ മൂടുമോ പുതിയ ലോകം നമ്മളെത്താൻ കാത്തു നിൽക്കവേ. Hi all, നല്ലൊരു ഉറക്കത്തിന് ശേഷം അങ്ങനെ നമ്മൾ ചെമ്പ്ര കേവിൽ എത്തിയിരിക്കുകയാണ്. So look at this peeps. Yes, ഇതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ചെമ്പ്ര കേവ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പൊ നമുക്കിനി നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. എടാ ഇതിന് ചാർജ് ഇല്ലല്ലോ. ആസിഫേ, പവർ ബാങ്ക് എടുക്കലാ, ബാഗിലുണ്ട്. ഡി, ഞാൻ ആ സോങ് മാറ്റിയിട്ടുണ്ട്, പക്ഷെ ഒരു ലെവല് സാധനം കിട്ടിയടി. എടാ കോപ്പൻ, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഡൗൺലോഡ് ചെയ്താന്ന് അറിയാം. ഉവ്വേ, ഉവ്വേ. എടാ അത് കൊള്ളാൻ തോന്നൂട്ടോ. ആ ഒരു ആംഗിളും കൂടി ഒന്ന് എടുത്ത് നോക്കി. ഇതല്ലേ? ഇതല്ല. ആ എഡിറ്റ് ചെയ്തേക്കുന്നൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കോർണറിന്റെ കളറിംഗ് എല്ലാം. എടാ അങ്ങോട്ട് ഇരുന്നാ. അപ്പൊ ഇതാണ് നമ്മുടെ ചെമ്പ്ര കേവിന്റെ അകം. ഓ. ഓക്കേ, ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. പിന്നെ ഇതിന്റെ അപ്പുറത്തൊരു കിടു സ്പോട്ട് ഉണ്ട്, ഞാൻ കുറേ വായിച്ചിട്ടുണ്ട്. സ്പോട്ടിലേക്ക് എങ്ങനെ പോകുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? ദേ ഇങ്ങനെ ഇഴഞ്ഞു പോണം. ലെറ്റ്സ് ഗോ. കീപ് ഗോയിങ് ഗായ്സ്. നിങ്ങളെ പോലെ ഞാനും നല്ല എക്സൈറ്റ്മെന്റിലാണ്. Come on, come on, we can do this. Yes, yes. നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഗായ്സ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. ലെറ്റ്സ് കീപ് മൂവിങ് ഗായ്സ്. വേറെ ലെവല് മൂഡ്.
We are almost there, guys. അതൊരു ഡേഞ്ചർ സ്പോട്ടാണ് ഗായ്സ്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. മുന്നോട്ട് പോകാൻ ഗായ്സ്. അപ്പൊ സെറ്റ്. കൊള്ളാം. ആസിഫ് എവിടെ? അവനിപ്പോ ആ ഗുഹയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? അടിപൊളി. വാ പോയി നോക്കാം. കാര്യടാ. അന്നത്തെ പോലെ പഞ്ച് ഡയലോഗ് ഒന്ന് കാണാൻ. ഇവനിപ്പോ ഇതിനകത്തില്ലേ? ഹലോ, ബാങ്കിലോട്ട് വേടാ. അവിടെ അടുത്തുള്ളാലും മേഡം, അതുപോലെ തന്നെ ബസ് സ്റ്റേഷനിൽ വെള്ളം കളിക്കാം. എടി നീ കണ്ടതല്ലേ, നമ്മളെ കൊണ്ട് നോക്കിയിട്ട് നടക്കുന്നില്ല. ഇതിപ്പോ അവര് വന്നു കഴിഞ്ഞാൽ അവന് ഇറങ്ങിപ്പോരും. ചെല്ലേ ആസി, നമ്മൾ ഈ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. എടാ നീ സമാനപ്പെട്. ഓക്കെ എടാ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. ഓക്കെ, നീ വന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റിക്ക് പോട്ടാൻ. പറഞ്ഞോടാ. ഇല്ലടാ, ഇതിപ്പോ നീ ഇറങ്ങും. നമുക്കിതൊക്കെ വീട്ടിൽ പോയിട്ട് പറയാലോ. അത് മതിയടാ. ഞങ്ങളിവിടെ ഉണ്ട്, നീ പേടിക്കണ്ട. നീ കുറച്ച് നേരം കൂടെ സഹിച്ചാൽ മതി. എനിക്കൊരു എടാ, അവനെവിടെ? ആസിഫ് എവിടെ? ഞാനൊന്ന് ഉറങ്ങിപ്പോയടാ. എടാ, അവനെവിടെ? എടാ, റോപ്പ് വലിച്ചതിന് ശേഷം ആസിഫിന് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി. കുറച്ചു നേരം ഞങ്ങൾ ബ്രേക്ക് എടുത്തു. അന്നേരത്തെ ആ ഫ്രസ്ട്രേഷൻ കൊണ്ടാവണം ആസിഫ് കൂടുതൽ സ്ട്രെസ് എടുത്ത് മുന്നോട്ട് നീങ്ങി. അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. ഈ ഫോൾഡ് ഓൺ ദെയർ. സോറി സാറാ,
ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. എടാ എന്നാലും സാറാ. നിങ്ങൾ ട്രൈ ചെയ്തില്ലേ? സാറാ, ഞങ്ങളെ കൊണ്ട് മാക്സിമം എന്തെങ്കിലും ഒന്ന് പറ. ഇതിൽ കൂടുതൽ പറ്റില്ല. എന്താണോ അവൻ പറ്റിയത്? പോയി, അവൻ പോയി. ഞാൻ അവനെ വിളിക്കാൻ പോവാ. എന്തിന്? അവൻ പോയി, ആ ഫോണിങ് തന്നെ. അവൻ പോയി. എങ്ങനെയുണ്ട്? കൊള്ളാം. അലക്സ് എന്തോ ലിങ്ക് കേട്ടിട്ടുണ്ടല്ലോ.